നിങ്ങളുടെ കുട്ടി നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര ചോദിച്ചു കഴിഞ്ഞാലും ഒന്നുമില്ല എന്ന് പറഞ്ഞു കുട്ടി ഒഴിഞ്ഞു മാറുകയാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? പലതവണ നിങ്ങൾ കെഞ്ചി ചോദിച്ചിട്ടും കുട്ടി നിങ്ങളോട് ഒരു കാര്യവും, കുട്ടിയുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും നിങ്ങളോട് പറയുന്നില്ല. ഇതാലോചിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണോ? എൻ്റെ മക്കൾ എന്നെ വെറുത്ത് പോവോ? അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടും അവരുടെ കാര്യങ്ങളൊന്നും എന്നോട് തുറന്ന് പറയുന്നില്ല എന്ന ഒരു തോന്നൽ നിങ്ങളെ വല്ലാതെ വിഷമത്തിലാക്കിയിട്ടുണ്ടാകും. ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തതിൻ്റെ 5 കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പാരൻറ്റിങ് ചലഞ്ചിൻ്റെ 23ാമത്തെ ദിവസമാണ് ഇന്ന്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾ കാര്യങ്ങൾ തുറന്ന് പറയാത്തതിൻ്റെ ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത്, തുറന്ന് പറഞ്ഞാൽ വഴക്ക് കിട്ടും, അടി കിട്ടും, ചീത്ത പറയും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. കുട്ടികൾ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഇത്. പറഞ്ഞാൽ രക്ഷിതാക്കൾ ദേഷ്യപ്പെടോ? ഉദാഹരണത്തിന് ക്ലാസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒരു കുട്ടിയെ ചെറുതായിട്ടൊന്ന് നുള്ളി. അപ്പോൾ കുട്ടി ആ കാര്യം വീട്ടിൽ വന്നിട്ട് നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ കുട്ടിയോട് ആക്രോശിക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളെ കാട്ടരുതെന്ന്, കുട്ടികളോട് വികൃതി കാണിക്കരുതെന്ന്? ഇതിനെ ഞാൻ കാണിച്ച് തരാട്ടോ, ഇതിനെ ഞാൻ ശരിയാക്കി തരാട്ടോ. ഇത് പറഞ്ഞ് രക്ഷിതാവിനോട് പിന്നീട് ആ കുട്ടി എന്തെങ്കിലും പറയോ? ഒരിക്കലുമില്ല. ഇനിയിപ്പോൾ കുട്ടി കാല് വഴുതിയിട്ടൊന്ന് വീണു തന്നെ വിചാരിക്കാം. കുട്ടി വന്ന് എന്തായിരിക്കും? എന്നെ ആരോ തള്ളിയിട്ടു എന്നായിരിക്കും. എന്തിനാണ്? കാല് ഞാൻ സ്വയം വഴുതി വീണതാണ് എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ നന്നായിട്ട് നോക്കി നടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ അമ്മ പറയുമെന്ന് പേടിച്ചിട്ട് കുട്ടി ഇവിടെ കള്ളം പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ പേടിപ്പിച്ച് നിർത്തരുത്. അവർക്ക് പറയാനുള്ള കാര്യം സ്വാതന്ത്ര്യത്തോടെ പേടിയില്ലാതെ പറയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ വീടുകളിൽ ഒരുക്കി കൊടുക്കേണ്ടുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാരൻസ് എന്നെ മനസ്സിലാക്കില്ല എന്ന തോന്നൽ. കുട്ടി വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാക്കി കാണുന്ന കാര്യത്തെ നമ്മൾ അങ്ങ് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും. അപ്പം തന്നെ കുട്ടിക്ക് തോന്നും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. സ്കൂളിലെ ഫ്രണ്ട്സ് കുട്ടിയുടെ അടുത്ത് ഒരു ദിവസം സംസാരിക്കാതിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മാനസികാവസ്ഥ വെച്ച് കുട്ടി വീട്ടിൽ വന്ന് പറയും, ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല, എന്നെ വേറെ സ്കൂളിലോട്ട് ആക്കിത്താ അമ്മ, എനിക്ക് അവിടെ പോവണ്ട, അവരാരും എന്നോട് മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ കുട്ടിക്ക് ഇവിടെ കിട്ടേണ്ടുന്നത് എന്താണ്? സാരമില്ല പോട്ടെ എന്നുള്ളതാണ്. അത് ശരിയായിക്കോളും എന്നുള്ളതാണ്. അതായത് കുട്ടിയെ നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് വിഷമമായില്ലേ അവരങ്ങനെ മിണ്ടാത്തത് കൊണ്ട് എന്നുള്ളതാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ അവനങ്ങനെയാണ്, അവനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഇത്രയും നിസ്സാര കാര്യത്തിനാണോ നീ ഇങ്ങനെ സ്കൂളിൽ പോകുന്നില്ല പറയുന്നത്, അയ്യേ എന്ന് പറഞ്ഞ് അതിന് ഒരു പ്രാധാന്യമില്ലാത്ത കാര്യമായിട്ട് നമ്മൾ അതിനെ കാണും. ഇത് കുട്ടിയിൽ വളരെയധികം വിഷമമുണ്ടാക്കും. കുട്ടി ഈ സമയത്ത് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം എൻ്റെ പാരൻസ് എന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ്. അപ്പോൾ ഇവിടെ പാരൻസ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് തന്നെ നിങ്ങളും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുക. മൂന്നാമതായിട്ട്, കുട്ടിയുടെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അവരെ പരിഹസിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അവരെ കുഞ്ഞു കാര്യങ്ങളുണ്ടായിരിക്കും. ആ കുഞ്ഞു കാര്യത്തിൽ നമ്മൾ അവരെ പരിഹസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും നമ്മളെടുത്ത് ഒന്നും തുറന്നു പറയില്ല. കുട്ടി പറയുന്ന ഓരോ കാര്യത്തിനും കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ട് ആ പ്രായത്തിൻ്റേതായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് എമ്പതറ്റിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകാതിരിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് അവർ തുറന്നു പറയുകയും ചെയ്യും. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്,
കുട്ടിക്ക് പറയാൻ അനുവാദം കൊടുക്കാത്തത്. കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ സ്കൂൾ വിട്ടങ്ങ് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേ അവിടുന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും കുട്ടി വരുന്നത്. പക്ഷേ നമ്മളപ്പം എങ്ങനെയാണ് ഇടപെടുക? നീ കുളിച്ചോ? ഇന്ന് ഹോംവർക്ക് ഉണ്ടോ? നീ അത് ചെയ്തോ? നീ ഇത് ചെയ്തോ? ഇന്ന് മിസ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആൻസർ പറഞ്ഞോ? ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് ഇവിടെ പറയാനുള്ളൊരു അവസരമാണ് അവിടെ നമ്മളായിട്ട് ഇല്ലാതാക്കി കൊടുക്കുന്നത്. കുട്ടിയെ കേൾക്കാനുള്ളൊരു സാഹചര്യം, ഒരു അന്തരീക്ഷം പലപ്പോഴും പല രക്ഷിതാക്കളും വീട്ടിലുണ്ടാക്കി കൊടുക്കാറില്ല. കുട്ടികൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ഒന്നൊക്കെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുകയോ അതല്ലെങ്കിൽ സീരിയൽ കാണുകയോ അടുക്കളയിലെ തിരക്കുകളോ വേറെ വീട്ടിലെ മറ്റു പല ജോലികളുമായിട്ട് തിരക്കിലോ. അപ്പോൾ അമ്മ എന്നെ അവോയ്ഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ അച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീല് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ കുട്ടി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാൻ കൂട്ടാക്കില്ല. 5ാമത്തെ റീസൺ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. കുറച്ച് മുതിർന്ന കുട്ടികളിലാണ് ഈ ഒരു റീസൺ നന്നായിട്ട് കാണുന്നത്. അതായത് എൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞാൽ എൻ്റെ പ്രൈവസി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് കുട്ടിയെല്ലാം മറച്ചു വെക്കുന്നു. കാരണം കുട്ടി അമ്മയുടെ അടുത്തൊരു സ്വകാര്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അച്ഛൻ ചോദിച്ചു. പോട്ടെ, അത് അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കാം. ആ ഒരു കാര്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നെയ്ബേഴ്സ് ചോദിക്കുന്നു, റിലേറ്റീവ്സ് ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു. കുട്ടി സ്വകാര്യതയോടെ അമ്മ അച്ഛനും ആരോടും പറയില്ലെന്ന വിശ്വാസത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ കുട്ടി എന്താ മനസ്സിലാക്കുക? എൻ്റെ സ്വകാര്യതയെ പോലും മാനിക്കുന്നില്ല, ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യം എല്ലാവരുടെ അടുത്തും പറയുകയാണ് എന്നുള്ളത്. ഈ ഒരു ചിന്ത കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഒന്നും ഷെയർ ചെയ്യലുണ്ടാവില്ല. കാരണം എന്ത് സ്വകാര്യമായിട്ടാണെങ്കിലും പറഞ്ഞ കാര്യം അത് പുറത്തു പോയി അല്ലേ? സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യമല്ലാതെ പറഞ്ഞ കാര്യങ്ങളും എല്ലാവരും അറിയാറുണ്ടാവില്ലേ എന്ന് കുട്ടി ചിന്തിക്കും. ഇതുമൂലവും കുട്ടി പാരൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ മടിക്കും. രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കുട്ടികൾക്ക് പറയാനുള്ള ഒരു ഫ്രീഡം, ഒരു സേഫ്റ്റി നമ്മളെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.